ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എങ്ങോട്ടാപ്പോൾ ഈ മാറ്റിയൊരുങ്ങി നിൽക്കണമെന്നായിരിക്കും അല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. ഇന്ന് രണ്ടാം പെരുന്നാളാടോ, അതായത് ഇന്നല്ല ഈ വീഡിയോ എടുത്തന്ന് കേട്ടോ. ഒന്നാം പെരുന്നാളിൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് രണ്ടാം പെരുന്നാളിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ കാക്കു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടാം പെരുന്നാൾക്ക് രാവിലെ കാക്കു പോയിട്ടുണ്ടായിരുന്നു, തിരിച്ച് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. തിങ്കളാഴ്ച മുതൽ മദ്രസ് സ്കൂളില്ലേന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇവാക്ക് അവിടുന്ന് സ്കൂളിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ മാറ്റി റെഡിയായി. കുഞ്ഞിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ കവറും ബാഗും ഒക്കെ എടുത്തിട്ട് വണ്ടിമ്മ കൊണ്ടുവച്ചപ്പോൾ കുഞ്ഞിപ്പോൾ വയ്ക്കുകയാണ്, അല്ല മളെ എജ്ജി എന്ന് പോരാനായി പോരുന്നത് എന്ന്. എന്തായാലേ ഒരാങ്ങളെ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ചോദിക്കണത്. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ദിവസം നിൽക്കാൻ പോരുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നടന്നത് എന്നെ ഇതിപ്പോൾ സ്കൂട്ടിമ്മ ഒതുങ്ങുന്നു തോന്നണില്ല, ലോറി വിളിച്ചിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് എന്നെ ട്രോളിങ് കൊണ്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മദ്രസ എന്തായാലും ശനിയാഴ്ചയാണ് തുറക്കുക. അപ്പോൾ വെള്ളിയാഴ്ച വരെ നിൽക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അതിനിടയിൽ ഇവാൻ്റെ പല്ല് ഡോക്ടറെ കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ അതൊക്കെ കൂടെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉമ്മാനോടും പറയാം, അമ്മ ഇതിപ്പോൾ സ്കൂട്ടിമൊന്നും നടക്കൂല, ലോറി തന്നെ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഉമ്മാനോട് വന്നിട്ടും ഇന്നെ പറഞ്ഞങ്ങാണ്ട് കളിയാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് കേട്ടോ. താത്ത വരും, താത്ത വൈകുന്നേരമാണ് വരിക. അങ്ങനെ ഞാനും താത്തയും ഓന് കവറൊക്കെ എടുത്തുകാണ്ട് കൊണ്ടുപോയി ആക്കി നിങ്ങളെ കവർ ഇതൊക്കെ പറഞ്ഞങ്ങാണ്ട് എടുത്തുകാണ്ട് ഇടുകയാണ് കേട്ടോ. ആയാനെക്കുട്ടി അപ്പോഴേക്കും വാവനെ കണ്ടപ്പത്തിനും വാവൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അമ്മ മാങ്ങ ഉണ്ടായിരുന്നു പഴുത്തത് പറഞ്ഞിട്ട് അത് മുറിച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞിപ്പാനോട് അയാനക്കുട്ടീൻ്റെ ഡ്രസ്സ് മാറ്റുന്നതിന് മുമ്പോളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഓൻ പല തരത്തിലുള്ള പോസിലും എന്തായാലും കൈങ്ങാണ്ട് ഓളെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാനക്കുട്ടീൻ്റെ ഈ ഒരു ഡ്രസ്സും നമ്മൾ പെരുന്നാക്കോളുടെ ഡ്രസ്സ് എടുത്തപ്പോൾ പുതിയ ഡ്രസ്സ് എടുത്തപ്പോൾ അതിൻ്റെ കൂടെ എടുത്തതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആൾക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട്. എനിക്ക് മെയിനായിട്ട് നമ്മൾ എടുത്ത ഡ്രസ്സിനേക്കായും ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഇങ്ങനെ പിടിച്ചിങ്ങാണ്ട് നമ്മൾ ഇങ്ങനെ ചുറ്റിച്ചിട്ട് അതാ ഫോണ് പറഞ്ഞു എൻ്റെ വീഡിയോ കാരണം എൻ്റെ ഫോൺ ഇപ്പം തന്നെ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ അതാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ അതാ ചിക്കനൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്, ബീഫ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ അതാ തേങ്ങാച്ചോറും ബീഫ് കറിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിലേക്ക് പപ്പടമൊക്കെ പൊരിച്ച് നമ്മൾ വാഴയിലയിലാണ് കേട്ടോ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ താത്ത എത്തിയിട്ടില്ല കേട്ടോ. താത്താക്ക് അവിടെ രണ്ടാം പെരുന്നാൾക്ക് ഉച്ചക്കാണ് അവളുടെ വീട്ടിൽ അവിടെ നാത്തൂമാരൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ എത്തിയിട്ടുള്ള അവൾ വൈകുന്നേരം ആവും എത്തുമ്പോഴത്തേക്കും. പിന്നെ ഞാനും വാവിയും കുഞ്ഞിപ്പിയും ഉപ്പയും ഉമ്മയും മക്കളും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വാഴയിലേക്ക് വെട്ടി അതിൽ തേങ്ങാച്ചോറും ബീഫൊക്കെ കുറേ ആയിരുന്നു കേട്ടോ. തേങ്ങാച്ചോറും ബീഫും കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ കൂടി കഴിച്ചപ്പം. അപ്പോൾ ഇനിയിപ്പോൾ അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നേക്കാണ്. ഭാവി അയാനക്കുട്ടിയും ചങ്കളാണ് കേട്ടോ. പക്ഷെ ആ ചങ്കൾ എപ്പോഴാണ് അടിച്ച് പിരിയാന്നുള്ളതും പറയാൻ പറ്റില്ല. അപ്പോൾ ഫുഡ് കഴിക്കാനിരുന്ന ടൈമിൽ ഭാവി അയാനക്കുട്ടിയും കൂടെ അടിച്ച് ജോജി ഞാനും അടിച്ച് പിരിഞ്ചു എന്ന് അറിയില്ല എന്ന പോലെ അടിച്ച് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അയാനക്കുട്ടീനെ ഇങ്ങനെ സോപ്പിടുകയാണ്, മട്ടിയോൻ പറയും കേൾക്കണ്ട ചോറിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കൂട്ടി ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ പെട്ടിങ്ങാണ്ടിരിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. മുഖമൊക്കെ അങ്ങോട്ട് ഉരുട്ടിയിരിക്കുകയായിരുന്നു എന്ന് അറിയില്ലേ. അങ്ങനെ പിന്നെ ഓളൊക്കെ സെറ്റാക്കിങ്ങാണ്ട് പിന്നെ ഇനിയിപ്പോൾ അതാ ഞാൻ നല്ല വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഭാവിയും നമുക്ക് അട്ടപ്പാടി പോവല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്കൂട്ടി ഉണ്ട്, ഞങ്ങൾ 4 പേരും ഉണ്ട് കേട്ടോ. ഞാനും കുഞ്ഞിപ്പിയും ഭാവിയും താത്തയും കൂടെ പോകാനായിരുന്നു. പക്ഷെ ഒരു വണ്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പോക്ക് അങ്ങ് ക്യാൻസൽ ചെയ്തു കേട്ടോ. പിന്നെ അതാ ഇപ്പം നമുക്ക് കുഴൽ പൊരിച്ച് തരികയാണ് കേട്ടോ ചായക്ക്. മക്കൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൊരിച്ചതാക്കി തരികയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ചായക്കൊക്കെ കുഴൽ പൊരിച്ച് എന്തായി അറിയമ്പറം കാട്ടിക്കള് നീ വാടാമത്ത്. അപ്പോൾ ഇതെൻ്റെ കസിനാണ് കേട്ടോ. അവൻ വന്നപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് നിൽക്കണണ്ടപ്പോൾ തിരിച്ചങ്ങോട്ട് തന്നെ പോകുമായിരുന്നു കേട്ടോ. എനിക്ക് എന്നെ വീഡിയോ എടുക്കേണ്ടെന്ന് ഞാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്. പിന്നെ രാത്രി ഇതാ ഉമ്മയും കൂടെ ഉമ്മാൻ്റെ വീട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിക്കേൽക്കുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും പൊറാട്ടയും
ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പിറ്റും വരുമ്പോൾ പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞായറാഴ്ചയാണ് രണ്ടാം പെരുന്നാളും ആയത് കാരണം എവിടെയും ഹോട്ടലിൽ പൊറോട്ട കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം, ഹോട്ടൽ തുറക്കാത്ത കാരണം നമ്മൾ പിന്നെ നെയ്ച്ചോറ് വെക്കാൻ അമ്മ വിളിച്ച് പറഞ്ഞു കേട്ടോ, നെയ്ച്ചോറ് വെച്ചോളിയും പൊറോട്ട കിട്ടിയില്ല പറഞ്ഞപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെക്കാമെന്ന്. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി, താത്ത നെയ്ച്ചോറ് വെച്ചു. അതിനിടയിൽ കുഞ്ഞിപ്പോൾ വത്തക്കേണ്ട ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. വാവ അപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു പനി വരുന്ന മാതിരിയാണെന്ന് പറഞ്ഞിട്ട് ഓൻ പോയി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതാ കുഞ്ഞിപ്പം കുറച്ച് ബീഫ് ഉണ്ടാകുന്നു, അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് ഉണ്ടാവും കേട്ടോ, കാരണം എനിക്ക് വോയിസ് കൊടുക്കാൻ തീരെ പറ്റുന്നില്ല. മക്കൾ വീട്ടിലുണ്ടാവുകൊണ്ട് നല്ലപോലെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ കുഞ്ഞിപ്പാൻ്റെ ബീഫ് ചില്ലി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓന് ഇത് വെറൈറ്റിയാണ്, എന്താ പറയുക, സ്പെഷ്യലാണ് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് നല്ല സാധനം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ അങ്ങനെ ഓൻ്റെ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മമ്മിയും അമ്മായി ഉണ്ടായിരുന്നു കേട്ടോ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓന് നമ്മളെ ടെസ്റ്റ് ചെയ്യാന്ന് കേട്ടോ. പേടിയാണ്, ഇതിൻ്റെ അണ്ണാക്ക് പൊള്ളിച്ചു. പോട്ടെ അങ്ങോട്ട് ഇട്. ഓ, സ്വയം ഉണ്ടാക്കി സ്വയം പുകഴ്ത്തുന്നു. വെരി ഗുഡ്. സ്വന്തമായി അത് സ്വന്തമായി തിന്നുങ്ങാണ്ട് അഭിപ്രായം പറയണം. അണ്ണാക്ക് കൊള്ളാത്ത നല്ല കാലം ആർക്ക് ആർക്കൊരു രക്ഷമല്ല. അയ്യോ, ഞാൻ അറിഞ്ഞില്ല എനിക്കിപ്പോ അവിടെ ഷെഫിന്റെ പണിയാണ് എന്നുള്ളത്. കോഴിയെ നടക്കണം. ചിക്കൻ കൊക്കച്ചേർന്നമാർക്ക് ബീഫ് അഞ്ചില് അതുണ്ട്. അതാണ് ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ടില്ലല്ലോ. എന്ത് കാണുമ്പോ തന്നെ ന്യൂ ബീഫ് ചില്ലി വിത്ത് പ്രവാസി വാങ്ങണേ ആ സെയിം സാധനം. ഇത് മക്കൾക്കായിരിക്കുമല്ലോ, അതിച്ച് മാത്രമല്ലേ പ്രവാസി ബീഫ് ചില്ലി. നിച്ചൂട്ടനെ എന്തിനോ വാശി പിടിച്ചപ്പോൾ താത്ത നിച്ചുവിനോടാണ് കേട്ടോ പറയുന്നത്, എന്താ നിച്ചു എന്ന് ചോദിച്ചെങ്ങാണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കി പിന്നെ ഒപ്പിയിട്ടും വന്നതിന് ശേഷം നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.